എല്ലാ ക്ലാസ്സിലും കൃത്യമായിട്ട് എന്തായാലും ചെയ്യുക പഠിക്കുക. എല്ലാവർക്കും എന്താ വിജയം ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് 49ാമത്തെ ക്വസ്റ്റ്യനാണ് 6ാം ക്ലാസ്സിന്റെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. ഒന്നും കൂടെ നമുക്ക് പറയാം. 49ാമത്തെ ക്വസ്റ്റ്യൻ, if 20% of a number is 600, ഒരു സംഖ്യയുടെ 20% എന്നുള്ളത് എത്രയാണ്? 20% സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 20% 600 ആണ്. 600. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്? വാട്ട് ഈസ് ദ നമ്പർ എന്നതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചിരുന്നു, ഏതൊരു സംഖ്യയും അല്ലെങ്കിൽ ഏതൊരു വസ്തുവിന്റെയും അത് എത്ര അല്ലെങ്കിൽ അത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ 100% ആണ് കാണുന്നത്, 100% കാണുന്നത്. അപ്പൊ 20% 600 ആണെങ്കിൽ നമുക്ക് 100% എന്ന് പറഞ്ഞാൽ ആ സംഖ്യ ചില സംഖ്യയുടെ മുഴുവനാണ്. 100% എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ പറഞ്ഞത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ആൻസർ സിമ്പിൾ ആയിട്ട് ക്രോസ് മൾട്ടിപ്പിൾ പറഞ്ഞാൽ 100നെയും 600നെയും ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക, 20 ഒരു ഭാഗത്തേക്ക് മാറ്റുക. അങ്ങനെ നമുക്ക് ആൻസർ ലഭിക്കും. നോക്കാം. 100 × 600 അടിയിൽ എന്ത് കൊടുക്കാം? 20 കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും. 0 കട്ട് ചെയ്ത അടിയിൽ കട്ട് ചെയ്ത അതേ മൂലം മുകളിലൊന്ന് കട്ട് ചെയ്യാം. മുകളിൽ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് അടിയിൽ കട്ട് ചെയ്താൽ ഇവിടെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ 2 എന്നുള്ളതും 60 എന്നുള്ളതൊക്കെ എന്താണ്? 2ന്റെ പട്ടികയിൽ വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഒരു 2 അല്ലേ? അതുപോലെ തന്നെ 6 3 2 ആണ് 6. ഇവിടെ 0 ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമുക്ക് എന്ത് വന്നു? 100 × 30 എന്ന് വന്നു. 100 × 30 എന്നാണ് നമുക്ക് ബാലൻസ് ആയിട്ട് ഗുണിക്കാം. 3 ബാക്കി 3 കൂലി കിട്ടാം അല്ലേ? 3000 ആൻസർ ആയിട്ട് കിട്ടും. നമുക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ ചെയ്തു തരാം. എന്ത് ചെയ്യാം? അറിയുന്ന ആളുകൾ കിട്ടുമെന്ന് ശ്രമിക്കാം. സമയം കഴിഞ്ഞിട്ട് ഇന്ന് ചെറിയൊരു എന്ത് ചെയ്യാം? ഒരു സംഖ്യയുടെ 10%, ഒരു സംഖ്യയുടെ 10% 40 ആണെങ്കിൽ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ആവുമ്പോൾ കണ്ടെത്താൻ ശ്രമിക്കുക. ചെറിയ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന് ചെയ്യാം. ഒന്ന് ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഇനി ഇത് പ്ലേ ചെയ്തതിനു ശേഷം ലൈവ് കഴിഞ്ഞതിന് ശേഷം ലൈവ് അല്ലാതെ കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? ഒന്ന് വീഡിയോ ക്ലോസ് ചെയ്തതിനു ശേഷം ചെയ്യാം. ഇത് ചെയ്ത് കമന്റ് ചെയ്യാറുണ്ട്. ഉണ്ടോ? 10% 40 ആണെങ്കിൽ 10% 40 ആണെങ്കിൽ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ അത് ഉദ്ദേശിക്കുന്നതാണ് 100% എത്രയാണ് എന്നുള്ളതാണ്. അതാണ് ഏത് വസ്തുവിന്റെയും മുഴുവൻ ആണല്ലോ അതിന്റെ 100%. അപ്പൊ ഈ ബോർഡിന്റെ 100% ആണ്. ഈ ബോർഡ് മൊത്തമാണ് എന്ന് പറയുന്ന രൂപത്തിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞ സംഖ്യ മുഴുവനാണ്. ഇതിന് 10% 40 എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ 100% നേരത്തെ പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 100 40 ഭാഗത്തുണ്ട്. 100 × 40 അല്ലേ? അടിയിൽ 10 കൊടുക്കാം. ഈ 10ഉം 40ഉം സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യല്ലേ? ഒരു 10 4 10 അപ്പൊ എത്ര? 4 × 100 എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് അറിയാം അല്ലേ? 100 × 4 100 4 എത്ര? 400. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ യഥാർത്ഥമായ രൂപത്തിൽ ഉത്തരം കാണേണ്ടത്. ഇനി ഇത്തരം ക്വസ്റ്റ്യനുകൾക്ക് നമുക്ക് വേറെ ട്രിക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. 10% 40 അതിന് മുമ്പ് കാണാം. വലിയ സംഖ്യ ബുദ്ധിമുട്ട് ഈ ഐഡിയ ഉപയോഗപ്പെടുത്താം. 10% 40 ആണ് നമുക്കറിയാം.